റോഡിലെ ട്രാഫിക് കുരുക്കിനിടയിൽ നമ്മൾ കാണുന്ന ഒരു സർവ്വസാധാരണ രംഗമാണ് ഇരുചക്ര വാഹനക്കാർ ചെറിയ ഊട് സ്പേസ് കിട്ടിയാൽ അതിനിടയിലൂടെ കുത്തിക്കയറ്റി മുന്നോട്ട് കയറിപ്പോകുന്ന ഒരു ഡ്രൈവിംഗ് രീതി. പെട്ടെന്ന് കടന്നു പോകാൻ വേണ്ടി കുറച്ച് സമയമൊന്ന് ക്ഷമ കാണിക്കാതെ എവിടെ ഇച്ചിരി സ്പേസ് കിട്ടിയാലും അതിലൂടെ നുഴഞ്ഞു കയറി അപ്പുറത്തേക്ക് കടന്ന് പെട്ടെന്ന് വാഹനങ്ങളെ മറികടക്കാനുള്ള പരിശ്രമം. അങ്ങനെ ചെയ്യുന്നവർ കാണേണ്ട ഒരു ദൃശ്യമാണ്. എപ്പോഴെങ്കിലും പണി കിട്ടിയാൽ ചിലപ്പോൾ ചിന്തിക്കാനുള്ള സമയം കിട്ടിയെന്ന് വരില്ല. പക്ഷേ ഈ കാണാൻ പോകുന്ന ദൃശ്യം അത് ഒരാൾക്ക് ജീവിത അവസാനം വരെ ഓർത്തിരിക്കാനുള്ള ഒരു അനുഭവമായിരുന്നു. എന്താണെന്നല്ലേ, കോഴിക്കോട് സിവിൽ സ്റ്റേഷന് തൊട്ടടുത്തു നിന്നുള്ള ഒരു ദൃശ്യമാണ്. കണ്ടേ. ഇന്നത്തോടെ ബൈക്ക് വെക്കൂ, നാളെ കാറായിട്ട് എനിക്ക് ഇറങ്ങാം. ഇന്നത്തോടെ മതിയായിട്ടുണ്ടാവും. മുന്നോട്ട് കോഴിക്കോട് നഗരം അറിയാലോ, ഒരു ചെറിയ പട്ടണമാണ്. റോഡുകൾക്കെല്ലാം നന്നേ വീതി കുറവാണ്. ബൈപ്പാസിന് അത്യാവശ്യം വീതി ഉണ്ടെങ്കിലും ബാക്കിയുള്ള റോഡുകളെല്ലാം വളരെ വീതി കുറഞ്ഞ റോഡുകളാണ്. ആ റോഡിലെ ഗതാഗതക്കുരുക്കിനിടയിലാണ് രണ്ട് ബസ്സുകൾക്കിടയിലുള്ള ചെറിയ സ്പേസ് കിട്ടിയപ്പോൾ അതുവഴിയെ നുഴഞ്ഞു കയറാൻ പരിശ്രമിച്ചത്. എന്നാൽ ഈ പ്രവൃത്തി ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നിനക്ക് ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഞാൻ ഇപ്പോൾ ഈ ചെറിയ സ്പേസിനിടയിലൂടെ കയറിയാൽ ആ രണ്ട് ബസ്സുകളും തമ്മിൽ പാരലായി എത്തുമ്പോൾ മറികടന്ന് പോകാൻ പറ്റുമോ, അതിനുള്ള സമയം കിട്ടുമോ എന്ന് ചിന്തിക്കാൻ പറ്റണം. അതാണ് ലോജിക്ക് എന്ന് പറയുന്നത്. ആ ലോജിക്കില്ലാതെ വരണടുത്ത് വെച്ച് കാണാമെന്ന രീതിയിൽ ഡ്രൈവ് ചെയ്യുന്നവന്മാർക്ക് കിട്ടുന്ന പണിയാണിത്. ഇറുവിപ്പോയിരുന്നെങ്കിൽ മിച്ചം കിട്ടില്ലായിരുന്നു. പക്ഷേ ഭാഗ്യം കൊണ്ടും വാഹനം സ്ലോ ആയിരുന്നത് കൊണ്ടും മറ്റ് അപകടമൊന്നും സംഭവിച്ചില്ല. അതിൻ്റെ ഇടയിൽ ലോക്കായിരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ നുഴഞ്ഞുകയറ്റക്കാർ ഈ ദൃശ്യമൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. ചെറിയൊരു ക്ഷമ കാണിച്ചാൽ വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. പിന്നെ ഡ്രൈവിംഗ് അത് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ഒരു സെക്കൻഡ് അപ്പുറത്തേക്കുള്ള ഒരു ദീർഘവീക്ഷണം ഉണ്ടായിരിക്കണം. കാര്യം ഇട റോഡിൽ നിന്ന് വണ്ടി വരാം, ആരെങ്കിലും പെട്ടെന്ന് ക്രോസ് ചെയ്യാം, ഏതെങ്കിലും മൃഗങ്ങളെടുത്ത് ചാടാം, സാധ്യതയുണ്ട്. ആ ഒരു ബോധം എപ്പോഴും ഉള്ളിലുണ്ടെങ്കിൽ ഓവർടേക്ക് ചെയ്യുന്ന സന്ദർഭങ്ങളിലും ഒന്ന് ബ്രേക്ക് ചെയ്ത് ഒരു സെക്കൻഡ് ബാക്കിലോട്ട് വലിഞ്ഞാൽ എല്ലാവർക്കും പോകാം, നമ്മളും സേഫായിട്ട് വീട്ടിലെത്തും എന്നൊരു ചിന്തയുണ്ടെങ്കിൽ ഇത്തരം പണികൾ കിട്ടില്ല. ഈ പണി ചിലപ്പോൾ ആ യുവാവ്, അതാരാണെന്നറിയില്ല, അയാൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും വാഹനത്തിന് മറ്റ് കേടുപാടുണ്ടായിട്ടുണ്ടെങ്കിലും മറ്റാരെങ്കിലും ഇത് കാണിക്കുന്ന സന്ദർഭങ്ങളിൽ ചിലപ്പോൾ മിച്ചം കിട്ടാത്ത അവസ്ഥയുണ്ടാകും. നമ്മൾ ചില കിളിപറന്ന ഡ്രൈവർമാരെ കാണും. അവർക്ക് റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ മറ്റൊന്നും അവരുടെ പ്രശ്നമേ അല്ല. ഈ റോഡെന്ന് പറഞ്ഞാൽ ഈ അപ്പന് ശ്രീധനം കിട്ടിയ പോലെയാണ് അവൻ്റെയൊക്കെ പോക്കെന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ വരണടുത്ത് വെച്ച് കാണാം, മറ്റുള്ളവരെ ഭീതിപ്പെടുത്തുക, അവരുടെ ഡ്രൈവിങ്ങിന് അല്ലെങ്കിൽ അവരുടെ പോക്കിനെ ബുദ്ധിമുട്ടിക്കുക, റോഡിൽ ഷോ കാണിക്കുക എന്നൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്നവർക്കും കിട്ടാവുന്ന പണിയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഹാൻഡിൽ വിത്ത് കെയർ, അല്ലെങ്കിൽ പണി ഇരന്ന് വാങ്ങേണ്ടി വരും. അതിനൊരു ഉദാഹരണമാണ് ആ യുവാവ്. ജന്മത്തിന് ചെറിയ സ്പേസ് അല്ല, വലിയ സ്പേസ് കിട്ടിയാലും നുഴഞ്ഞു കയറാൻ ചിലപ്പോൾ അറയ്ക്കും. അമ്മാതിരി ലോക്കാണ് ജീവിതത്തിലായിപ്പോയിട്ടുള്ളത്. കുറച്ച് സമയമെങ്കിലും സ്വന്തം ജീവനെ കയ്യിൽ മുറുകെ പിടിക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ടാകും. ആ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ പൊന്നു മോനെ വിശദീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ഇതൊക്കെ കണ്ടിട്ട് സ്വയം ഒരു തിരിച്ചറിവുണ്ടാക്കണം, സ്വയം നവീകരിക്കപ്പെടണം. അപ്പോഴാണ് നമ്മളും റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ മികച്ചൊരു ഡ്രൈവറായി മാറുന്നു എന്നുള്ള കാര്യം കൂടി പറഞ്ഞു വയ്ക്കുകയാണ്.